ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. രാമായണ പാരായണത്തിൻ്റെ 1-ാം ദിവസം എന്തൊക്കെ കഥകളാണ് നമ്മൾ വായിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ശ്രീരാമനാമം പാടി വന്ന പെൺതത്തയോട് ശ്രീരാമൻ്റെ കഥ പറയാൻ കവി ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട ശാരിക പൈതൽ ശ്രീരാമസ്മരണയോടെ കഥ പറയാൻ തുടങ്ങി. ശിവശക്തി സംഭവനായ ഗണനായകൻ, അക്ഷരസ്വരൂപിണിയായ സരസ്വതീദേവി, വൃഷ്ണിവംശത്തിൽ കൃഷ്ണനായി പിറന്ന മഹാവിഷ്ണു, പുരാണകർത്താവായ വ്യാസൻ, കവിശ്രേഷ്ഠനായ വാൽമീകി, ശ്രീ പരമേശ്വരൻ, ശ്രീ പാർവതി, ബ്രാഹ്മണശ്രേഷ്ഠർ, അതുപോലെ ദേവേന്ദ്രൻ, അഗ്നിദേവൻ, യമധർമ്മൻ, വരുണൻ, വായുദേവൻ, കുബേരൻ, പശുപതി, ശ്രീ പരമേശ്വര പുത്രന്മാർ, ഗ്രഹങ്ങളുടെ നാഥനായ സൂര്യൻ എന്നിവരെയെല്ലാം മനസ്സാ ധ്യാനിച്ച് അനുഗ്രഹിക്കാൻ അപേക്ഷിച്ചുകൊണ്ടാണ് ശാരിക പൈതൽ കഥ പറഞ്ഞു തുടങ്ങുന്നത്. രാമായണ മഹിമയാണ് ആദ്യം പറയുന്നത്. രാമനാമത്തെ ജപിച്ച് മഹാമുനിയായി തീർന്ന വാൽമീകിയെ കണ്ട് ബ്രഹ്മാവ് ഭൂമിയിലുള്ള മനുഷ്യർക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ശ്രീരാമായണം രചിക്കണമെന്ന് അരുൾ ചെയ്തു. നാരദ മഹർഷി രാമായണ കഥ ഉപദേശിച്ചു കൊടുക്കുകയും ശ്രീ സരസ്വതി വാൽമീകിയുടെ നാവിൽ വിളങ്ങുകയും ചെയ്തു. ആത്മജ്ഞാനത്തെ തെളിച്ചു കാട്ടുന്ന അധ്യാത്മരാമായണം ശ്രീ പരമേശ്വരനാൽ പറയപ്പെട്ടതാണ്. ഇത് അധ്യയനം ചെയ്താൽ മനുഷ്യർക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിക്കുമെന്നതിൽ സംശയമില്ല. രാമമാഹാത്മ്യം വളരെ ചുരുക്കി ഞാനിവിടെ പറയാം. ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനായി ബ്രഹ്മാദിദേവകളുടെ പ്രാർത്ഥന മൂലം പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന സാക്ഷാൽ ശ്രീ നാരായണൻ സൂര്യവംശ രാജാവായ ദശരഥപുത്രനായി പിറക്കുകയും രാക്ഷസ രാജാവായ രാവണനെയും മറ്റും യമപുരിയിലേക്ക് അയച്ച ശേഷം പരബ്രഹ്മത്തിൽ ലയിക്കുകയും ചെയ്തു. ഉമാമഹേശ്വര സംവാദമാണ് അടുത്തത്. കൈലാസപർവ്വതത്തിൽ അസംഖ്യം സൂര്യന്മാരുടെ ശോഭയോടുകൂടി ധ്യാനനിഷ്ഠയിലിരിക്കുന്ന പരമേശ്വരനോട് പാർവതി വളരെ ഭക്തിയോടെ ചോദിച്ചു: സർവലോകവാസനും സർവേശ്വരനുമായ മഹേശ്വര, എനിക്ക് ശ്രീരാമദേവ മാഹാത്മ്യം കേൾക്കാൻ അതിയായ ആഗ്രഹമുണ്ട്. അത് ഗ്രഹിക്കാൻ ഞാൻ യോഗ്യയെങ്കിൽ ദയവ് ചെയ്ത് അങ്ങ് അതെനിക്ക് ഉപദേശിച്ചു തരണം. പാർവതീദേവിയുടെ ഇപ്രകാരമുള്ള വചനങ്ങൾ കേട്ട് ചെറുപുഞ്ചിരിയോടുകൂടി പരമേശ്വരൻ പറഞ്ഞു: ധന്യേ പാർവതി, നിന്നെപ്പോലെ ഭഗവത് ഭക്തി മറ്റാർക്കുമില്ല. നിന്റെ മനസ്സിൽ ശ്രീരാമദേവതത്വം കേൾക്കണമെന്ന് തോന്നിയത് മഹാഭാഗ്യമാണ്. മുമ്പ് ആരും തന്നെ ഇതെന്നോട് ചോദിച്ചിട്ടുമില്ല, ആർക്കും പറഞ്ഞു കൊടുത്തിട്ടുമില്ല. ശ്രീരാമപാദങ്ങളെ വന്ദിച്ചുകൊണ്ട് ഞാൻ ശ്രീരാമദേവതത്വം ചുരുക്കി പറയാം. പരമാത്മാവായ ശ്രീരാമൻ പരമാനന്ദമൂർത്തിയും ജഗത്പതിയുമായ പരബ്രഹ്മം തന്നെയാണ്. പണ്ട് ജഗത്പതിയായ ശ്രീരാമൻ ദേവന്മാരുടെ ശത്രുവായ രാവണനെ വധിച്ച് സീതാദേവി, ലക്ഷ്മണൻ, വാനരപ്പട എന്നിവരോടൊപ്പം അയോധ്യയിൽ എത്തിച്ചേർന്ന് അഭിഷേകവും ചെയ്തു. സ്വർണസിംഹാസനത്തിൽ മായാദേവിയായ ജാനകിയോടുകൂടി സന്തോഷത്തോടെ വാണരുളുന്ന നേരം ഭക്തിപൂർവ്വം വന്ദിച്ചു നിൽക്കുന്ന ഹനുമാനെ കണ്ട് സീതയോട് പറഞ്ഞു: സീതേ, നീ ഹനുമാനെ കണ്ടില്ലേ? നമ്മൾ രണ്ടുപേരും ഇവന് എപ്പോഴും തുല്യഭക്തിയുണ്ട്. പരമാത്മാജ്ഞാനമൊഴികെ മറ്റൊന്നിനും ഇവൻ ആഗ്രഹമില്ല. ആത്മജ്ഞാനത്തിന് പാത്രമായ ഈ നിർമ്മമൻ നിത്യബ്രഹ്മചാരികളിൽ മുമ്പനാണ്. ഇവന് കളങ്കമൊന്നുമില്ലെന്നത് നീ മനസ്സിലാക്കണം. എൻ്റെ ഉള്ളിലുള്ളത് നീ ഇവനെ അറിയിക്കണം. ശ്രീരാമ വചനങ്ങൾ കേട്ട സീതാദേവി ഹനുമാനോട് പറഞ്ഞു: ജനന മരണങ്ങളില്ലാത്ത പരബ്രഹ്മമാണ് ശ്രീരാമദേവൻ. സർവവ്യാപിയും സർവകാരണനും സർവദേവന്മാരുടെയും അംശമുള്ളവനുമാണ് ശ്രീരാമനെന്ന് നീ അറിഞ്ഞാലും. ശേഷം ദേവി
തുടർന്ന് സീതാദേവി ശ്രീരാമൻ്റെ ജനനവും നാടകാവധവും അഹല്യാമോക്ഷവും അതുപോലെ തന്നെ ചിത്രകൂടവാസവും മാരീചനും ജടായുവിനും മോക്ഷം നൽകിയതും രാക്ഷസവേഷധാരിയായ കബന്ധന് മോക്ഷം നൽകിയതും സൂര്യപുത്രനായ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ വധിച്ചതും സീതാദേവി ഇപ്രകാരമെല്ലാം ഹനുമാനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീരാമദേവൻ മന്ദഹാസത്തോടുകൂടി ഹനുമാനോട് പറഞ്ഞു, വാനരശ്രേഷ്ഠ, പരമാത്മാവാകുന്ന ബിംബത്തിൻ്റെ പ്രതിബിംബം ജീവാത്മാവാണെന്ന് നീ അറിയുക. തത്വമസി തുടങ്ങിയ മഹാവാക്യാർത്ഥങ്ങളിലൂടെ ആചാര്യകൃപ കൊണ്ട് എൻ്റെ തത്വത്തെ അറിഞ്ഞിടാം. പരമാത്മാവായ എൻ്റെ ഈ ഹൃദയരഹസ്യങ്ങൾ ഭക്തിഹീനർക്ക് പറഞ്ഞു കൊടുക്കരുത്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഉപദേശം ഒന്നുമില്ല. ശ്രീ പരമേശ്വരൻ പാർവതിയോട് പറഞ്ഞു, ശ്രീരാമ മാഹാത്മ്യം അത്യന്തം രഹസ്യമാണ്. ശ്രീരാമനാൽ ഹനുമാന് ഉപദേശിപ്പിക്കപ്പെട്ട ഇത് പാപഹരവും ഹൃദയത്തിന് ആനന്ദം നൽകുന്നതുമാണ്. ഇങ്ങനെ മഹാദേവൻ്റെ വചനങ്ങൾ കേട്ട പാർവതീദേവി പറഞ്ഞു, പരമേശ്വര ദയാനിധേ, ഞാൻ അനുഗ്രഹീതയാണ്, കൃതാർത്ഥയാണ്. എൻ്റെ സംശയങ്ങളെല്ലാം അകന്നു. അങ്ങയുടെ മുഖത്തു നിന്നും പുറപ്പെട്ട രാമതത്വാമൃതം എനിക്ക് എത്ര കേട്ടാലും തൃപ്തി വരികയില്ല. അതുകൊണ്ട് രാമകഥ ചുരുക്കി പറഞ്ഞത് തൃപ്തികരമായില്ല. ഉത്തമമായ രാമചരിതം വിസ്തരിച്ച് പറഞ്ഞു തരണം. പരമേശ്വരിയുടെ ഈ ആവശ്യം കേട്ടപ്പോൾ മന്ദഹാസത്തോടെ ശ്രീ പരമേശ്വരൻ പറഞ്ഞു, ബ്രഹ്മാവ് രാമായണം അരുൾ ചെയ്തു. വാൽമീകി ബ്രഹ്മനിയോഗത്താൽ മനുഷ്യരുടെ മുക്തിക്ക് വേണ്ടി 24,000 ശ്ലോകങ്ങളായി ഇത് രചിച്ചു. തുടർന്ന് ശ്രീ പരമേശ്വരൻ ശ്രീരാമൻ്റെ കഥ വിവരിക്കാൻ തുടങ്ങി. ആദ്യ ദിവസം ശിവൻ്റെ രാമകഥാ വിവരണം വരെയാണ് നമ്മൾ വായിച്ചു നിർത്തുക. 1-ാം ദിവസം കഥയുടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസത്തെ കഥയുമായി ഞാൻ വീണ്ടും എത്താം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.